ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ഇതിനകത്ത് എനിക്ക് ബിരിയാണിയിൽ ഏറ്റവും ടേസ്റ്റ് മട്ടൺ ചെയ്യുമ്പോഴാട്ടോ. മട്ടൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു ഫ്ലേവർ ഉണ്ട്, അത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ എന്നാലും ചിക്കൻ മോശമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇനി ഇതിനകത്ത് എളുപ്പമാണ്, മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് നമുക്ക് ചെയ്യാം. ആദ്യം ഇറച്ചി മാരിനേറ്റ് ചെയ്യാൻ എന്നൊക്കെ വേണ്ടിയെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം. ചിക്കൻ എടുത്ത് ചിക്കൻ പീസാകുമ്പോൾ കുറച്ച് എന്താ പറയുക, ബിരിയാണിക്ക് കുറച്ച് വലുപ്പം ഇരുന്നോട്ടെ. അതല്ല, ചിലർക്കൊക്കെ അന്നേരം ഉണ്ടല്ലോ ചെറിയ പീസാണ് ഇഷ്ടം, അത് ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് നല്ലതാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം ഏതാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ഈ ദമ്മൊക്കെ ഇട്ടെടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലത് ഒരു ഇച്ചിരി വലിയ പീസ് ഇരിക്കുന്നതാണല്ലേ. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യാം, തുടക്കം തന്നെ നമുക്കൊരു മഞ്ഞപ്പൊടിയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരിച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ വേണ്ടിയത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതൊരു എരിവ് അനുസരിച്ച്, ഇതിന് വലിയ എരിവില്ല പക്ഷെ നിറയേ ഉള്ളൂ. 2-3 ടീസ്പൂൺ വെച്ചോ. മല്ലിപ്പൊടി ഒരു 2. ഇതിനി ഷാ ജീര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിരിയാണിയിൽ ഇടുന്നതാണ്, അതൊരു കുറച്ച്. പിന്നെ ഗ്രാമ്പു ഒരു 3-4 എണ്ണം. ഇനി നമ്മുടെ സ്പൈസസ് എല്ലാം ഒരു ചെറിയ കഷ്ണം പട്ട മതി, ഗ്രാമ്പു ഇട്ടു. ഇനി ഏലക്ക ഒരു 3-4 എണ്ണം മതി. ഇനി വേണ്ടിയത് കുറച്ച് നാരങ്ങ നീര്, പിന്നെ നമ്മുടെ പച്ചമുളക് ഒരു എരിവ് അനുസരിച്ച്. ഇതിപ്പോൾ ഒരു 5 പച്ചമുളക് ചതച്ച് വെച്ചേക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉള്ളി വറുക്കുകയല്ലേ നമ്മൾ ബിരിയാണിക്ക് ദമ്മിടാനായിട്ട്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ വറുക്കുക. വറുത്തേച്ച് അതും കൂടെ ഇതിനകത്തോട്ട് ഇടണം. ആ നെയ്യും എല്ലാം അതിനകത്തോട്ട് അങ്ങ് പോരട്ടെ. പിന്നെ കുറച്ച് തൈര്, പിന്നെ വേണ്ടിയത് ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് 3 ടീസ്പൂണ്. 1 കിലോ ആന്നേൽ മേടിക്കുവാന്നേൽ അതിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ടീസ്പൂണിന് അല്ല, കുറച്ചുകൂടി വലിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു 2 സ്പൂണ് മാക്സിമം ഇടുന്നുള്ളൂ. ഇനി ഒരു ഇച്ചിരി ഉപ്പ്. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് തിരുമ്മി വയ്ക്കണം. ശരിക്കും ഈ ബിരിയാണിയൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 1 മണിക്കൂർ നേരത്തെ പുരട്ടി വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തലേന്ന് പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഈ ചിക്കനകത്തോട്ടൊക്കെ പിടിക്കാനായിട്ട് നല്ലതാണ്. മാത്രമല്ല ഈ തൈരിലൊക്കെ പുരട്ടി വെക്കുകയാണെങ്കിൽ ചിക്കൻ ഒത്തിരി സോഫ്റ്റ് ആവാനും ജ്യൂസി ആവാനും സഹായിക്കുമേ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില വേണം, കുറച്ച് പുതിന ഇലയും വേണം. ആക്ച്വലി ഈ മല്ലിയിലയുടെയും പുതിന ഇലയുടെയും ഒക്കെ സ്റ്റെമ്പ് ഭയങ്കര നല്ലതെന്ന് പറയും. കുറച്ചുകൂടെ ഫ്ലേവർ തരാൻ അതാ നല്ലത്. പക്ഷെ നമ്മൾ ചിലർ എന്നാന്നറിയോ, ഈ അതിൻ്റെ സ്റ്റെമ്പ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇത് ഇച്ചിരി കടിക്കും ഇതാന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ ഫ്ലേവർ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ആ സ്റ്റെമ്പിൽ തന്നെയാണ്. ഇനിയിപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് പരിഗണിച്ച് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റെമ്പ് എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ഈ ലീവ്സ് കൂടെ. ഇനിയിപ്പോൾ എന്നാന്നറിയോ, ശ്രദ്ധിച്ച് വേണം സ്റ്റെമ്പ് എടുക്കാനായിട്ട്. എന്നാന്ന് വെച്ചാൽ അതിനകത്ത് മണ്ണ് ഒത്തിരി കാണും, അന്നേരം അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം നമ്മളത് അരിയാനായിട്ട്. ചിലപ്പോൾ ശ്രദ്ധിക്കാതെ നമ്മൾ അരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒത്തിരി മണ്ണായിരിക്കുമേ. ഇനി ഒരു ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും വെച്ചേക്കാം. എന്നാന്നറിയോ, നമ്മൾ അരി വേവിക്കാൻ നേരം കുറച്ച് അരി വെറുതെ ഒരു ഫ്ലേവർ ഇല്ലാതെ പോകണ്ട. അപ്പോൾ ആ അരിക്കും കൂടെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി ഒരു ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി പുതിനയിലയും കൂടി ഇട്ടേച്ച് നമുക്ക് അരി വേവിക്കാം. ഇനി നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ അവിടെ ഇരിക്കട്ടെ. ഇനി അടുപ്പ് കത്തിച്ചേച്ച്
നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ദമ്മിടാൻ പോകുന്ന ചരുവത്തിനകത്ത് തന്നെ അരി നമുക്കങ്ങ് വറക്കാം. ഈ അരി വറക്കാതെയും വെക്കാം, അല്ല വറുത്തും വെക്കാം. നമുക്ക് ആ വറക്കുന്നതൊരു നമ്മുടെ കൈക്ക് ഒരു കൈവാക്കായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അരി എന്നാ പറയുക, വെള്ളം വെച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഇച്ചിരി നാരങ്ങാനീര്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇല ഇട്ടേച്ച്, പിന്നെ ഇച്ചിരി ഷാജീരകം ഇടുക. ഇതെല്ലാം ഇട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ച് അരി വേവിച്ച് ഊറ്റി വെച്ചാലും മതി. പക്ഷേ ദമ്മിടുവാന്നേൽ ഒരു 80% വേവിച്ചേച്ച് ബാക്കി ദമ്മിൻ്റെ കൂടെ ഇട്ടേച്ചാൽ മതി. ദമ്മിടുമ്പോൾ ശരിക്കും ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ താഴത്തെ ലെയറിലിട്ടിട്ട് ഈ പറഞ്ഞ പോലെ ആ വെള്ളത്തിൽ ബാക്കി 80% വെന്ത അരി ബാക്കി 100 ആവും. അതിൻ്റെ കൂടെ ചിക്കൻ അധികം വേവില്ലല്ലോ, അപ്പോൾ അതും കൂടെ എടുക്കും. ഇനിയിപ്പോൾ അത് അങ്ങനെ നമുക്ക് ഉറപ്പില്ല എന്ന് വെച്ചോ, നമ്മളെ കൊണ്ട് ഒക്കുകയല്ല എന്ന് വെച്ചോ, എന്നാൽ പിന്നെ സെപ്പറേറ്റ് വേവിച്ചേച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങ് ദമ്മാക്കി വെച്ചാൽ മതിയേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക. ഇതേപോലെ ഇതിനകത്തും ഫ്ലേവർ വരാനായിട്ട് ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, ഇതേപോലെ സ്പൈസസ്, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, ജാതിപത്രി ഇഷ്ടമാണ് എങ്കിൽ ഒരു കുറച്ചിടാം, മസ്റ്റല്ല, ഓപ്ഷണലാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ കഴുകി വാരി വെച്ചിട്ട് കുതിർത്ത് വെച്ചിട്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ചേച്ച് കഴുകി വാരിയതാണേ. ഇതിനകത്തോട്ട് ഞാൻ ഈ അരി ഇടുക. തീ ഒരു ഇച്ചിരി കുറച്ചേച്ച് വേണം നമ്മൾ അരി അങ്ങോട്ട് വറുക്കാനിടാൻ. പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ അടുപ്പ് ചൂടായി കഴിഞ്ഞാൽ ആ അരി പെട്ടെന്നൊന്ന് ഇതായിപ്പോവും. അപ്പോൾ അതല്ലാതെ നമ്മൾ ഒഴിച്ച നെയ്യ് കംപ്ലീറ്റ് അതിലേക്ക് പിടിച്ചിട്ട് അത് നല്ലതായിട്ട് ഒന്ന് അതിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ കൂട്ടിയാലും കുഴപ്പമില്ല. പിന്നെ ഈ അരി വറക്കുന്ന പരുവം എന്ന് പറയുന്നത് ഇച്ചിരി നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ പാത്രത്തിൻ്റെ അടിയിലുണ്ടല്ലോ ഇങ്ങനെ പൊട്ടൽ പോലെ വരും. പാത്രം പൊട്ടുന്നതല്ല, അരി ഇങ്ങനെ എന്താ പറയുക പൊരിയുന്ന ഒരു സൗണ്ട് വരും. അന്നേരം അതാ അതിൻ്റെ പരുവം. ശരിക്കും ഇങ്ങനെ വറുത്ത് വെക്കുവാന്നേൽ ആ ബിരിയാണിക്ക് ഇച്ചിരി കൂടി ടേസ്റ്റ് വരുന്നത്. കാര്യം വറുത്തിട്ട് അത് ആ വെള്ളം എത്ര നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിൻ്റെ ഡബിൾ വെള്ളം എടുത്തേച്ച്, ഇപ്പം നാഴി കണക്കാണെങ്കിൽ അതിന് ഡബിൾ, ഒരു നാഴിയാണെങ്കിൽ 2 നാഴി, അതല്ല കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം, അങ്ങനെ വേണം എടുക്കാൻ. എന്ന് വെച്ചാൽ ചിലർ പറയാറുണ്ട് ഈ അരി പെട്ടെന്ന് അങ്ങ് വെന്തങ്ങ് പോകുന്നത്. അതെന്നാണെന്നറിയാവോ, നമ്മൾ ഈ അളവ് കറക്റ്റായിട്ട് എടുത്തേച്ച് ഇതൊന്ന് തിളയ്ക്കുവല്ലേ, തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തീ നല്ലതായിട്ട് കുറച്ചേച്ച് ആ തിളയിൽ വേണം ഇരുന്ന് അരി ഫുൾ വേവാനായിട്ട്. നമ്മളിങ്ങനെ ഇളക്കും തോറും വെള്ളം വറ്റിക്കൊണ്ടിരിക്കും, പക്ഷെ അത്രയും വെള്ളം മതിയാവും ധാരാളം. വെച്ചാൽ തീ പക്ഷേ ചെറിയ സിമ്മിൽ വേണം വെക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചേച്ച് ആകുമ്പോൾ അരി വേവത്തില്ല. അതെല്ലാം തീരെ തിളയ്ക്കാതെ ആയിട്ട് തിളച്ച ഉടനെ അങ്ങ് തീ കുറയ്ക്കുകയും ചെയ്യരുത്. നമ്മുടെ വെള്ളം തിളയ്ക്കുകയും വേണം, അറ്റ് ദ സെയിം ടൈം തീ ഒരു ഇച്ചിരി നല്ലതായിട്ട് കുറഞ്ഞിരുന്നോട്ടെ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അരി വറക്കുക വന്നാൽ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റാണ്. പക്ഷേ ഹൈദരാബാദിൽ ഈ വെളിച്ചെണ്ണ ഒഴിക്കുകയല്ല, അവർ ഏറ്റവും കൂടുതൽ കടുകെണ്ണ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ അതാ വേണ്ടിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതല്ല കടുകെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ സാധാ സൺഫ്ലവറോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. നെയ്യ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം, ബിരിയാണിയല്ലേ. ആക്ച്വലി അരി വറുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതേപോലത്തെ പാത്രങ്ങളിലൊന്നും വറുക്കാൻ നമുക്ക് കൈവാക്ക് പോരാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ വറുത്തു, അന്നേരം എന്നാണെന്നറിയോ അടി പിടിക്കുവേല. ഇപ്പോൾ ഇതേണ്ട അരി ഓൾമോസ്റ്റ് ആയി. ആ പിടപിടപിടാന്നുള്ളൊരു സൗണ്ടില്ലേ, അരി ഇങ്ങനെ മുരിഞ്ഞു വരുന്ന ഒരു സൗണ്ടാണ് അത്. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. വേറെ എന്നതേലും നമ്മൾ സാലഡ് ഉണ്ടാക്കാം, പപ്പടം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുകയാണെന്നേലും ഒരു കാര്യം ചെയ്യണം, ഇത് ചെറിയ തീയലിട്ട് വറുക്കാൻ ശ്രമിക്കണേ. ഇതിപ്പോൾ നമ്മൾ അടുക്ക തന്നെ നിന്നുകൊണ്ട് ചെയ്യുന്നതല്ലേ, അന്നേരം ഇച്ചിരി സ്പീഡിലായിക്കോളും. ഓക്കെ, ഇനി ഞാൻ ആ ഇത്രയും വെള്ളം പോരാ, പക്ഷെ കുറച്ചുകൂടെ വേണം. ഇപ്പം ഞാനിത് ഒഴിക്കാം. ഇനി
ഇനിയിപ്പോൾ അളവ് നമുക്ക് തെറ്റിപ്പോവാന്നുണ്ടെങ്കിൽ എപ്പോഴും ആലോചിച്ച പോലെ അരിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ വിരലിന് ഫസ്റ്റ് വരയില്ല, അതിന് താന്ന് വേണം അരി നിൽക്കാൻ. അത്രയും പൊങ്ങി വെള്ളം ഒഴിക്കണം. അതാണ് കുറച്ചുകൂടെ നല്ല കണക്ക്. ഇനി അത് നോക്കാൻ അറിയാൻ മേലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഈ 1:2 അത് ആ അളവിനങ്ങ് വെള്ളം ചേർത്തേക്കണേ. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്ത് ഇത്രയും വെള്ളം പോരാ, ഇതിനകത്ത് ഇച്ചിരി ഉപ്പൂടെ ഇട്ടിട്ട് ആ ചോറിനുള്ള ഉപ്പ്, ആ ഉപ്പ് ഇട്ടേച്ച് ഇച്ചിരി കൂടെ വെള്ളം വേണം. വെള്ളം വെച്ചേച്ച് ഞാൻ അകത്തെ അടുക്കളയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിനകത്ത് ആ ചോറ് വറ്റിച്ചെടുത്തേ. അപ്പോൾ എന്നാ ചെയ്തു, ആ ചോറ് അങ്ങ് മാറ്റി, പക്ഷെ പാത്രം കഴുകിയില്ല. ഇനി ഇതിൽ തന്നെ ഞാൻ ദമ്മിടാൻ പോവാം. ഫസ്റ്റ് തീ കത്തിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുവാന്നേ. എന്നാന്ന് വെച്ചാൽ അടി പിടിക്കാതിരിക്കാനാണേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇടുക. ഒരു ഫസ്റ്റ് ലെയർ ഓഫ് ചിക്കൻ ആയിരുന്നു. 2 ലെയർ ഇടാൻ വരത്തുള്ളൂ. അതിൻ്റെ മേളിലോട്ട് ഒരു ഇച്ചിരി ചോറ്, ഇതിൻ്റെ മേളിലോട്ട് ഒരു ഇച്ചിരി ഉള്ളി, കുറച്ച് പുതിന, ഇനി ബാക്കി ലെയർ ഓഫ് അരി ചോറും കൂടെ ഇതിൻ്റെ മേളിലങ്ങ് ഇടുക. ഇനി കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി പാലിൽ കുതിർത്ത് വെച്ച് അത് ഈ നമ്മൾ ഇടയ്ക്ക് ലെയർ ചെയ്യുമ്പോഴത്തേന് ആ ചോറിട്ടേൻ്റെ അതിൻ്റെ മുകളിലോട്ട് ഇടാം. അതില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കൂടി മണം വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്താൽ മതി, നല്ലയാ. നമുക്ക് ഇതിനകത്ത് ഇടേണ്ട നട്ട്സൊക്കെ ഇഷ്ടംപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റായത്. ഇനി ഇത് ദം ചെയ്യാൻ ഇടുന്നതിന് മുന്നേ കുറച്ച് നെയ്യൂടെ എൻ്റെ മേളിൽ നമ്മൾ ഏറ്റവും താഴത്ത് ഒഴിച്ചു, അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചേച്ച് ഇനിയിപ്പോൾ നമുക്ക് ഫോയിൽ പേപ്പർ അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഒരു കിച്ചൺ ടവൽ ഉണ്ടാവുമല്ലോ, നല്ലൊരു ഇത് അടയുന്നത്, ആ ടവൽ ഇട്ടേച്ച് ഈ അടപ്പ് വെച്ച് അങ്ങ് കുറച്ച് നേരം ഒരു എന്താ പറയുക ഹൈ ഫ്ലെയിമൊന്നും കൊടുക്കരുത്. കാര്യം നമ്മൾ ഇറച്ചി വേവിച്ചേച്ച് അതിനകത്തോട്ട് ഇട്ടേ. അപ്പോൾ ഗ്രേവി എന്നൊരു സാധനം ബോട്ടത്തിലില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് കയറി അടി പിടിക്കും. അപ്പോൾ ചെറിയ ഫ്ലെയിമേൽ ഒന്ന് ആവി കയറുന്നിടം വരെ ഇതിനകത്ത് ഇരുന്നേച്ചാൽ മതി. അപ്പോൾ ടവലിടുമ്പം ഇതിനകത്തുള്ള ആവി പുറത്ത് പോകുകയല്ല, പെട്ടെന്ന് ചൂടാവും. പിന്നെ ഇതിൻ്റെ മേളിലൊരു വെയിറ്റ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഫുൾ ആവിയും ഇതിനകത്ത് നിന്നേച്ച് ദം ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഈ പറയുന്ന മൈദ ഒട്ടിച്ച് അങ്ങനെ ഒന്നും ചെയ്യേണ്ട. എളുപ്പ വഴി വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യമാണ്. Ali's Kitchen. Let's cook with love.